വെറും 24 വയസ്സ്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയം. വെള്ളിത്തിരയിൽ ചിരിച്ചു നിന്ന ആ സുന്ദരി സ്വന്തം വീട്ടിലെ കുളിമുറിയിൽ അഴുകി ജീർണിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ കേരളം മാത്രമല്ല ദക്ഷിണേന്ത്യ മുഴുവൻ നടുങ്ങിപ്പോയി. വെസ്റ്റ് അണ്ണാനഗറിലെ 18 നമ്പർ അവന്യൂവിലെ ആ ബംഗ്ലാവ് ഒരു കാലത്ത് സ്വപ്നങ്ങളുടെ കൂടാരമായിരുന്നു. പക്ഷേ 1986 ഒക്ടോബർ 20 ആ വീടിന്റെ വാതിൽ തുറന്നപ്പോൾ പുറത്തേക്ക് വന്നത് മരണത്തിന്റെ മരവിപ്പിക്കുന്ന ഗന്ധമായിരുന്നു. നടി റാണി പത്മിനിയുടെയും അമ്മ ഇന്ദിരാദേവിയുടെയും ദാരുണമായ അന്ത്യം. ക്രൂരമായ ബലാത്സംഗ കൊലപാതകം. സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ ജീവിതം. വിശ്വസ്തർ എന്ന് കരുതിയവർ തന്നെ അന്ധകരായപ്പോൾ ബാക്കിയായത് കുറേയേറെ ദുരൂഹതകളും ചോദ്യങ്ങളും മാത്രമാണ്. റാണി പത്മിനിയുടെ ചോരയിൽ കുതിർന്ന ജീവിതകഥയിലേക്ക് വെൽക്കം ബാക്ക് ടു ട്രീ ഷെയ്ഡ് സ്റ്റോറീസ്. ഈ കഥ തുടങ്ങുന്നത് തിരുവനന്തപുരത്താണ്, റാണിയുടെ അമ്മ ഇന്ദിരാദേവിയിൽ നിന്ന്. കടുത്ത സിനിമാ പ്രേമിയായിരുന്ന ഇന്ദിരാദേവി വെള്ളിത്തിരയിൽ ഒരു നടിയാകാൻ കൊതിച്ച് മദ്രാസിലേക്ക് വണ്ടി കയറി. എന്നാൽ വിധി അവർക്ക് കാത്തുവെച്ചത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ വേഷമായിരുന്നു. അവിടെ വെച്ച് ചൗധരി എന്നയാളുമായി അടുപ്പത്തിലാവുകയും ആ ബന്ധത്തിൽ റാണി പത്മിനി ജനിക്കുകയും ചെയ്തു. തനിക്ക് നേടാൻ കഴിയാത്തത് മകളിലൂടെ നേടണമെന്ന് ഇന്ദിരാദേവി വാശി പിടിച്ചു. അങ്ങനെ കൗമാരക്കാരിയായ അതിസുന്ദരിയായ മകളെയും കൂട്ടി അവർ മുംബൈയിലേക്ക് വണ്ടി കയറി. ബോളിവുഡിൽ ഒരു കൈ നോക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ ബോളിവുഡ് അവരെ തുണച്ചില്ല. നിരാശയോടെ തിരിച്ചു പോരേണ്ടി വന്നെങ്കിലും മലയാള സിനിമ ഇൻഡസ്ട്രി അവർക്ക് കൈകൊടുത്തു. 1981 സംഗീതം എന്ന ചിത്രത്തിലൂടെ റാണി അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് മോഹൻ സംവിധാനം ചെയ്ത കഥയറിയാതെ എന്ന ചിത്രത്തിലൂടെ അവർ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് PG വിശ്വംഭരന്റെ സംഘർഷം, തുഷാരം, കുയിലിനെ തേടി, നസീമ, ഈ യുഗം തുടങ്ങി വെറും 5 വർഷം കൊണ്ട് 61 സിനിമകൾ. മോഹൻലാലിനൊപ്പം മറക്കില്ലൊരിക്കലും എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചപ്പോൾ ആ ജോഡി പ്രേക്ഷകർ ഏറ്റെടുത്തു. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും അവർ തിളങ്ങി. തമിഴിൽ വില്ലത്തി വേഷത്തിൽ പോലും ആ ഗ്ലാമർ താരം കയ്യടി നേടി. കിലുങ്ങാത്ത ചങ്ങലകൾ, ആക്രോശം തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം അവരെ മുൻനിര നായികയാക്കി മാറ്റി. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സിനിമ അവരെ സമ്പന്നയാക്കി. അങ്ങനെയാണ് ചെന്നൈയിലെ അണ്ണാനഗറിലെ 18 അവന്യൂവിൽ ഒരു ആഡംബര ബംഗ്ലാവ് വാടകയ്ക്കെടുത്ത് അവർ താമസം മാറ്റുന്നത്. എന്നാൽ ആ വീടായിരുന്നു അവരുടെ വിധി എഴുതിയത്. അമ്മയോടൊപ്പം അവിടെ താമസം തുടങ്ങിയ റാണി സഹായത്തിനായി പുതിയ ജീവനക്കാരെ നിയമിച്ചു. പത്രത്തിൽ പരസ്യം കണ്ട് ആദ്യം എത്തിയത് ജബരാജ് എന്ന ഡ്രൈവർ. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ വാച്ചറായി ലക്ഷ്മി നരസിംഹൻ എന്നയാളും എത്തി. എന്നാൽ റാണിക്കും അമ്മയ്ക്കും അറിയാത്ത ഒരു സത്യമുണ്ടായിരുന്നു. ജബരാജ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായിരുന്നു. മോഷണ കേസുകളിൽ ശിക്ഷ അനുഭവിച്ചയാൾ. ജബരാജും വാച്ചർ നരസിംഹനും തമ്മിൽ നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു. വൈകാതെ കുക്ക് ഗണേശനും ഇവരോടൊപ്പം ചേർന്നു. അക്കാലത്ത് റാണി ആ ബംഗ്ലാവ് സ്വന്തമായി വാങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനായി പ്രസാദ് എന്ന ഏജന്റുമായി അവർ ചർച്ചകൾ നടത്തിയിരുന്നു. വീടിന്റെ മുഴുവൻ വിലയും പണമായി നൽകാമെന്ന് റാണി പറഞ്ഞത് ജബരാജ് അറിഞ്ഞു. റാണിയുടെ കയ്യിൽ വലിയ തോതിൽ പണവും സ്വർണവും ഉണ്ടെന്ന് അയാൾക്ക് ഉറപ്പായി. കൂടാതെ അമ്മ ഇന്ദിരാദേവിയോട് ജബരാജിനും കൂട്ടർക്കും വ്യക്തിപരമായ പകയും ഉണ്ടായിരുന്നു. പണമിടപാടുകളിലെ ചില ക്രമക്കേടുകൾ കണ്ടുപിടിച്ച അമ്മ അവരെ ശകാരിക്കുകയും ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപമാനവും പണത്തോടുള്ള ആർത്തിയും ചേർന്നപ്പോൾ അവർ ക്രൂരമായ ഒരു പദ്ധതി തയ്യാറാക്കി. 1986 ഒക്ടോബർ 15 റാണി പത്മിനിയുടെ ജീവിതത്തിലെ അവസാന രാത്രി. അന്ന് രാത്രി ജബരാജും കൂട്ടാളികളും വീടിനുള്ളിൽ കടന്നു. റാണിയും അമ്മയും മദ്യപിക്കുന്ന ശീലമുള്ളവരാണെന്ന് അവർക്കറിയാമായിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട റാണി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി അവർ തയ്യാറെടുത്തു. ആദ്യം ആക്രമിച്ചത് അമ്മ ഇന്ദിരാദേവിയെയാണ്. തുരുതുരെ കുത്തേറ്റ അമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ റാണി കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയാണ്. ഭയന്നുപോയ റാണി മുകളിലത്തെ നിലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആ 3 പേർ ചേർന്ന് റാണിയെ പിടികൂടി. കൊലപ്പെടുത്തുന്നതിനു മുമ്പ് ആ കാബാലികർ റാണിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഒടുവിൽ
തെന്നിന്ത്യൻ സിനിമയിലെ ആ ഗ്ലാമർ താരം സ്വന്തം വീടിന്റെ തറയിൽ പിടഞ്ഞു മരിച്ചു. റാണിയും മരിച്ചെന്ന് ഉറപ്പായതോടെ അവർ വീട് കൊള്ളയടിച്ചു. 15 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും 10,000 രൂപയും കവർന്നു. ഓർക്കണം, അന്നത്തെ കാലത്ത് അതൊരു വലിയ കൊള്ളയാണ്. 2 മൃതദേഹങ്ങളും ബാത്റൂമിലെ തറയിൽ ഇട്ട് ഗേറ്റ് പൂട്ടി ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ രക്ഷപ്പെട്ടു. ശേഷം 5 ദിവസങ്ങൾ കടന്നുപോയി. 1986 ഒക്ടോബർ 20 വീട് വാങ്ങുന്ന കാര്യത്തിനായി ഏജന്റ് പ്രസാദ് ബംഗ്ലാവിലെത്തി. ബെല്ലടിച്ചിട്ടും ആരും വാതിൽ തുറന്നില്ല. അപ്പോഴാണ് വീടിനുള്ളിൽ നിന്ന് അസഹനീയമായ ഒരു ദുർഗന്ധം പുറത്തേക്ക് വരുന്നത് പ്രസാദ് ശ്രദ്ധിച്ചത്. സംശയം തോന്നി അയാൾ വീടിന് ചുറ്റും നടന്നു നോക്കി. പിൻവശത്തെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പ്രസാദ് അകത്തേക്ക് കയറി. ഉള്ളിലേക്ക് പോകുന്തോറും ദുർഗന്ധം കൂടി വന്നു. ഈച്ചകളുടെ വലിയൊരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ പ്രസാദ് എത്തിയത് ആ കുളിമുറിയുടെ മുന്നിലാണ്. അവിടെ കണ്ട കാഴ്ച മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു. തറയിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുകി ജീർണിച്ച 2 മൃതദേഹങ്ങൾ. ആ ഞെട്ടലിൽ നിന്ന് സ്ഥലകാല ബോധം വീണ്ടെടുത്ത പ്രസാദ് ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. അല്പസമയത്തിനകം തന്നെ പോലീസ് എത്തി. മൃതദേഹങ്ങൾ തൊട്ടാൽ അടർന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം പോലും ആ കുളിമുറിയുടെ തറയിൽ വെച്ച് തന്നെ നടത്തേണ്ടി വന്നു. ശേഷം പ്ലാസ്റ്റിക് കവറിലാക്കിയ ശരീരങ്ങൾ ഒരു കാറിന്റെ ഡിക്കിയിൽ വെച്ചാണ് മോർച്ചറിയിലേക്ക് മാറ്റിയത്. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആരും എത്തിയില്ല. ഒടുവിൽ ചലച്ചിത്ര പരിഷത്താണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചത്. സിനിമയിൽ നിറഞ്ഞാടിയ ആ നടിക്ക് ലഭിച്ചത് അനാഥപ്രേതത്തിന് തുല്യമായ അന്ത്യമാണ്. റാണി പത്മിനിയുടെ മരണം സിനിമാ ലോകത്തെ ഞെട്ടിച്ചു. അഭിനയിച്ചുകൊണ്ടിരുന്ന പല സിനിമകളും പാതി വഴിയിലായി. ചിലത് ഡ്യൂപ്പിനെ വെച്ച് പൂർത്തിയാക്കി. നടിമാരുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെച്ചു. തമിഴ്നാട് പോലീസിന് ഈ കേസ് വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ അവർ വിട്ടില്ല. വൈകാതെ ജബരാജും സംഘവും പിടിയിലായി. അവർ കുറ്റം സമ്മതിച്ചു. സിനിമയിലെ ചില പ്രമുഖരാണ് ഇതിന് പിന്നിലെന്ന് കഥകൾ പരന്നെങ്കിലും തെളിവുകൾ വിരൽ ചൂണ്ടിയത് പണത്തിനു വേണ്ടിയുള്ള ആർത്തിയിലേക്കും പകയിലേക്കും മാത്രമാണ്. കോടതി പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും അന്നത്തെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ പഴുതുകളും പണവും ഉപയോഗിച്ച് എങ്ങനെയൊക്കെയോ പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. വർഷങ്ങൾക്ക് ശേഷം മുഖ്യപ്രതിയായ ലക്ഷ്മി നരസിംഹൻ ജയിലിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. റാണി പത്മിനി മരിച്ചിട്ട് 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. ഒരു കൗതുകകരമായ വസ്തുത എന്തെന്നാൽ 2015 ആഷിഖ് അബു സംവിധാനം ചെയ്ത മഞ്ജു വാര്യർ, റീമ കല്ലിങ്കൽ എന്നിവർ അഭിനയിച്ച റാണി പത്മിനി എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ പലരും അത് ഈ നടിയുടെ ജീവിതകഥയാണോ എന്ന് സംശയിച്ചിരുന്നു. എന്നാൽ ആ സിനിമയ്ക്ക് കൊല്ലപ്പെട്ട നടിയുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എങ്കിലും റാണി പത്മിനി എന്ന പേര് ഇന്നും മലയാളികളുടെ മനസ്സിൽ എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ തെളിവായിരുന്നു അന്ന് നടന്ന ചർച്ചകൾ. വെള്ളിത്തിരയിലെ വെളിച്ചത്തിന് പിന്നിൽ പതിയിരിക്കുന്ന ഇത്തരം ഇരുണ്ട സത്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: എത്ര ഉയരത്തിലായിരുന്നാലും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർ തന്നെ ചിലപ്പോൾ നമ്മുടെ അന്ധകരായേക്കാം. ഈ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? പണം മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് us.